ഹായ് ഓൾ, എല്ലാവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 വിജ്ഞാപനം വന്നു. ഈ ഒരു വിജ്ഞാപനത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കാനാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യാം. കാറ്റഗറി നമ്പർ 611/2024 ആണ്. ശ്രദ്ധിക്കുക. ഡിപ്പാർട്ട്മെന്റ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2. സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് 31,100 രൂപ മുതൽ 66,800 രൂപ വരെ സാലറി സ്കെയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. റിക്രൂട്ട്മെന്റ് ടൈപ്പ് ഡിസ്ട്രിക്ട് വൈസ് ആണ് റിക്രൂട്ട്മെന്റ് നടക്കുക. ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഏജ് ലിമിറ്റിലുള്ളവർക്ക് ഈ ഒരു എക്സാമിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ക്വാളിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് SLC അല്ലെങ്കിൽ അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ, അതുപോലെ ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ്, അതൊരു 2 ഇയേഴ്സ് ഡിപ്ലോമയാണ്. ആ ഒരു കണ്ടക്റ്റഡ് ബൈ ദ ഗവൺമെന്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിലുള്ള ഒരു 2 ഇയർ ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ സർട്ടിഫിക്കറ്റ് ഫ്രം എനി മെഡിക്കൽ കോളേജസ് ഇൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ബോംബെ അല്ലെങ്കിൽ മദ്രാസിന്റെ സാനിറ്ററി ഇൻസ്പെക്ടർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സാനിറ്ററി ഇൻസ്പെക്ടർ സർട്ടിഫിക്കറ്റ് ഓഫ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ ഗവൺമെന്റ് മുംബൈ, ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇൻ സാനിറ്ററി ഇൻസ്പെക്ടേഴ്സ് കോഴ്സ് അവാർഡഡ് ബൈ ദ നാഷണൽ കൗൺസിൽ ഓഫ് റൂറൽ ഹയർ എഡ്യൂക്കേഷൻ, ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു ക്വാളിഫിക്കേഷൻ ആയിട്ട് എടുക്കാം. അതുപോലെ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തവനൂർ സാനിറ്ററി ഇൻസ്പെക്ടേഴ്സ് ട്രെയിനിങ് കോഴ്സ് അതുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതും അല്ലെങ്കിൽ ഏതെങ്കിലും ഇക്വലന്റ് ആയിട്ടുള്ള മറ്റേതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഈ ഒരു കോഴ്സിലേക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഇപ്പോൾ ലൈവ് ആണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 29/1/2025 ആണ്. ഓക്കെ, 29/1/2025 ജനുവരി 29 വെനസ്ഡേ വരെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക. അപ്പോൾ ലാസ്റ്റ് ഡേറ്റിലേക്ക് നിൽക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഡിസ്ട്രിക്ട് വൈസ് വാക്കൻസികൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. ട്രിവാൻഡ്രത്ത് നോക്കുകയാണെങ്കിൽ 18 വേക്കൻസീസ് ആണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കൊല്ലം 8 വേക്കൻസീസ്, പത്തനംതിട്ട 8 വേക്കൻസീസ്, ആലപ്പുഴ, കോട്ടയം ആൻഡ് ഇടുക്കി ആന്റിസിപ്പേറ്റഡ് നമ്പർ ഓഫ് വാക്കൻസീസ് ആണ്, അത് ഇനി അറിയാൻ പറ്റുള്ളൂ. എറണാകുളം നോക്കുകയാണെങ്കിൽ 41 വേക്കൻസീസ് ആണ് എറണാകുളത്ത് മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. തൃശൂർ 52 വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പാലക്കാട് നോക്കുകയാണെങ്കിൽ ആകെ 4 വേക്കൻസി ഉള്ളൂ. മലപ്പുറത്ത് 23 വേക്കൻസീസ്, അത്യാവശ്യം വേക്കൻസീസ് മലപ്പുറത്തും ഉണ്ട്. കോഴിക്കോട് നോക്കുകയാണെങ്കിൽ അവിടെ 8 വേക്കൻസീസ്, വയനാട് 5, കണ്ണൂർ ആണെങ്കിൽ 3, കാസർഗോഡ് ആണെങ്കിൽ 5. കണ്ണൂരെല്ലാം വളരെ കുറവാണ് നമ്പർ ഓഫ് വേക്കൻസീസ്. കണ്ണൂരൊക്കെ ഡിസ്ട്രിക്ട് ചൂസ് ചെയ്യുന്നവർ നമുക്ക് ഡിസ്ട്രിക്ട് ചൂസ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസും അതുപോലെ ഇപ്പോഴുള്ള നമ്പർ ഓഫ് വേക്കൻസീസും എല്ലാം ഒന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, ഈ ഒരു ഡിസ്ട്രിക്ട് ചൂസ് ചെയ്യാനായിട്ട്. അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് വേക്കൻസീസ് ഇങ്ങനെയാണ് വരുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ടെൻറ്റേറ്റീവ് എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു പരീക്ഷ പ്രതീക്ഷിക്കുന്നത് 2025 ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള സമയങ്ങളിലാണ് ഈ ഒരു എക്സാം പ്രതീക്ഷിക്കാവുന്നത്. അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനും മുന്നോട്ട് കൊണ്ടുപോവേണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു എക്സാമിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. കാറ്റഗറി നമ്പർ 571/2014 ആയിരുന്നു. ശ്രദ്ധിക്കുക, 2014 ആണ് കാറ്റഗറി നമ്പറിൽ ഉള്ള വർഷം. ഇനി ഡിസ്ട്രിക്ട് നോക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രം. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് 302. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ മെയിൻ ലിസ്റ്റ് 89. ഡേറ്റ് ഓഫ് എഫക്റ്റ് ഓഫ് റാങ്ക് ലിസ്റ്റ് 2020 ഫെബ്രുവരി 19 ആയിരുന്നു. കട്ട് ഓഫ് മാർക്സ് 40.33 ആണ്. നമ്പർ ഓഫ് അഡ്വൈസസ് 112 അഡ്വൈസസ് ആണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. കൊല്ലത്ത് കാൻഡിഡേറ്റ്സ് എത്ര, നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല, ആ ഒരു ഡേറ്റാസ് അവൈലബിൾ ആയിട്ടില്ല. എന്തായാലും മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് 76 കാൻഡിഡേറ്റ്സ് ആണ്. 20/1/2020 ഡേറ്റ് ഓഫ് എഫക്റ്റ് ഓഫ് റാങ്ക് ലിസ്റ്റ്. 32 ആയിരുന്നു കട്ട് ഓഫ് മാർക്സ്. നമ്പർ ഓഫ് അഡ്വൈസസ് 51 ആണ്. പത്തനംതിട്ട നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്പിയർഡ് നോട്ട് അവൈലബിൾ ആണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ മെയിൻ ലിസ്റ്റ് 48.
ഡേറ്റ് ഓഫ് ഇഫക്റ്റ് ഓഫ് റാങ്ക് ലിസ്റ്റ് 18/12/2019. കട്ട് ഓഫ് മാർക്സ് 12.67. കട്ട് ഓഫ് മാർക്സ് വളരെ കുറവായിരുന്നു. ഇനി നമ്പർ ഓഫ് അഡ്വൈസേഴ്സ് നോക്കുകയാണെങ്കിൽ 13 അഡ്വൈസുകളാണ് അവിടെ ഉള്ളത്. ഓക്കെ, ഇനി ആലപ്പുഴ നോക്കുകയാണെങ്കിൽ 111 ആപ്ലിക്കൻസ്, അതിൽ മെയിൻ ലിസ്റ്റിൽ ഇടം നേടിയവർ 58 പേര്. 13/2/2020 ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്നത്. ഡേറ്റ് ഓഫ് എഫക്റ്റ് ഓഫ് റാങ്ക് ലിസ്റ്റ്. കട്ട് ഓഫ് മാർക്സ് 24 മാർക്കാണ് കട്ട് ഓഫ് മാർക്കായിട്ട് വരിക. ഇനി നമ്പർ ഓഫ് അഡ്വൈസസ് 42 അഡ്വൈസസ് ആണ് ടോട്ടലി ഉണ്ടായത്. ഇനി കോട്ടയം നോക്കുകയാണെങ്കിൽ അവൈലബിൾ അല്ല. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്ലൈഡ് ഫോർ ദ എക്സാം 88 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഇടം നേടിയത്. ഡേറ്റ് ഓഫ് എഫക്റ്റ് ഓഫ് റാങ്ക് ലിസ്റ്റ് 20/1/2020. കട്ട് ഓഫ് മാർക്സ് 28.33 ആണ്. അഡ്വൈസ് ലഭിച്ചത് 40 പേർക്കാണ്. എറണാകുളം നോക്കുകയാണെങ്കിൽ 954 നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. വളരെ കൂടുതലാണ് എറണാകുളത്തെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്. അതിൽ 78 പേർ മെയിൻ ലിസ്റ്റ് ഇടം നേടുകയും, അപ്പോൾ മെയിൻ ലിസ്റ്റ് ഇടം നേടിയവരുടെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവുമാണ്. അഡ്വൈസ് ലഭിച്ചത് 93 പേർക്കാണ്. 36.67 ആണ് കട്ട് ഓഫ് മാർക്സ് ആയിട്ട് വന്നത്. 24/3/2020 ആണ് ഡേറ്റ് ഓഫ് എഫക്റ്റ് ഓഫ് റാങ്ക് ലിസ്റ്റ്. പാലക്കാട് നോക്കുകയാണെങ്കിൽ അവൈലബിൾ അല്ല. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിന്റെ എണ്ണം 58 പേര് മെയിൻ ലിസ്റ്റ്. ഡേറ്റ് ഓഫ് എഫക്റ്റ് ഓഫ് റാങ്ക് ലിസ്റ്റ് 11/2/2020. 27 മാർക്കായിരുന്നു കട്ട് ഓഫ് മാർക്സ്. 51 പേര് മെയിൻ ലിസ്റ്റ് അഡ്വൈസ് ലഭിക്കുകയും ചെയ്തു. കോഴിക്കോട് നോക്കുകയാണെങ്കിൽ അവൈലബിൾ അല്ല. കണ്ണൂരും നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്ലൈഡ് ഫോർ ദ എക്സാം അവൈലബിൾ അല്ല. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡ് ഇൻ ദ മെയിൻ ലിസ്റ്റ് കോഴിക്കോടാണെങ്കിൽ 84 ആണ്. 85 പേർക്ക് അഡ്വൈസ് ലഭിച്ചു. 33.67 ആണ് കട്ട് ഓഫ് മാർക്സ് ആയിട്ട് വരുന്നത്. ഡേറ്റ് ഓഫ് എഫക്റ്റ് ഓഫ് റാങ്ക് ലിസ്റ്റ് 31/12/2019 ആണ്. കണ്ണൂർ നോക്കുകയാണെങ്കിൽ 77 ആണ് മെയിൻ ലിസ്റ്റ് വന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണം. 3/2/2020 ഡേറ്റ് ഓഫ് എഫക്റ്റ് ഓഫ് റാങ്ക് ലിസ്റ്റ്. 34 ആയിരുന്നു കട്ട് ഓഫ് മാർക്സ്. 70 പേര് അഡ്വൈസ് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിന്റെ എണ്ണമൊക്കെ ഇപ്പോഴും നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിന്റെ എണ്ണത്തിലൊന്നും ജില്ലകൾ അനുസരിച്ച് വലിയ വ്യത്യാസങ്ങൾ വരാനായിട്ട് സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് കട്ട് ഓഫ് മാർക്സും എല്ലാം നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിക്ട് ചൂസ് ചെയ്യാനായിട്ട്. ആ ഒരു കാര്യം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് ഈ ഒരു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 എക്സ്പെക്റ്റഡ് സിലബസ് ഒന്ന് പരിശോധിക്കാം. ഡീറ്റെയിൽഡ് സിലബസ് അല്ല, എക്സ്പെക്റ്റഡ് സിലബസ് ഒന്ന് പരിശോധിക്കാം. അതിൽ ഒന്നാമത്തെ മോഡ്യൂളായിട്ട് വരാൻ സാധ്യത അനാട്ടമി ആൻഡ് ഫിസിയോളജി, 2 ന്യൂട്രീഷൻ, ഹൈജീൻ, ബേസിക് ഫാർമക്കോളജി ആൻഡ് ബേസിക് മൈക്രോബയോളജി, 3 ഫസ്റ്റ് എയ്ഡ് ആൻഡ് ബേസിക് മെഡിസിൻ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ, ഡിസബിലിറ്റി മാനേജ്മെന്റ്, 4 കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആൻഡ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ആൻഡ് നാഷണൽ ഹെൽത്ത് പോളിസി, 5 പബ്ലിക് ഹെൽത്ത് ആൻഡ് പ്രൈമറി ഹെൽത്ത് കെയർ, ജോബ് റെസ്പോൺസിബിലിറ്റീസ്, റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ്, ഫാമിലി വെൽഫെയർ, ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പോപ്പുലേഷൻ എഡ്യൂക്കേഷൻ, 6 എൻവയോൺമെന്റൽ സാനിറ്റേഷൻ ആൻഡ് പബ്ലിക് ഹെൽത്ത് പ്രോബ്ലംസ്, 7 കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, 8 ഫണ്ടമെന്റൽസ് ഓഫ് മാനേജ്മെന്റ്, പബ്ലിക് ഹെൽത്ത് ആക്ട്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആൻഡ് പ്രോജക്ട് പ്രിപ്പറേഷൻ, 9 ബിഹേവിയറൽ സയൻസ്, സോഷ്യോളജി, സൈക്കോളജി ആൻഡ് മെന്റൽ ഹെൽത്ത്. അടുത്തത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. അതിൽ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, പാലിയേറ്റീവ് കെയർ ആൻഡ് ജെറിയാട്രിക് ഹെൽത്ത്. സോ ഇങ്ങനെയാണ് ഒരു സിലബസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ആയിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിന് ഏതൊക്കെ ഈ ഒരു എക്സാമിന് ഉയർന്ന റാങ്കിൽ എത്താനായിട്ട് നമ്മൾ ഏതൊക്കെ ബുക്സ് റെഫർ ചെയ്താൽ അതിന് സാധിക്കുമെന്ന് നോക്കാം. 1 പാക്സ് പ്രിവെന്റീവ് സോഷ്യൽ മെഡിസിൻ, 2 നിങ്ങൾക്ക് ഒരു കൺസെപ്ഷ്യൽ ക്ലാരിറ്റി ആണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് NCERTയുടെ +1 +2 ബയോളജി ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് പരിശോധിക്കാം. നിമി ബേസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് ആൻഡ് സാനിറ്ററി ഇൻസ്പെക്ടർ, അതിൽ സെലക്റ്റീവ് ആയിട്ടുള്ള ചില ചാപ്റ്റേഴ്സ്, അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു റെഫറൻസ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാം. അതോടൊപ്പം പോപ്പുലർ മാസ്റ്റർ ഗൈഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഇൻസ്പെക്ടർ ആൻഡ് സാനിറ്ററി ഇൻസ്പെക്ടർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ആൻഡ് സാനിറ്ററി ഇൻസ്പെക്ടറിന്റെ മാസ്റ്റർ ഗൈഡ് R ഗുപ്തയുടെ ഈ ഒരു മാസ്റ്റർ ഗൈഡും നിങ്ങൾക്ക് ഒരു റെഫറൻസ് ബുക്കായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, സോ ഇത്രയുമാണ് നിങ്ങൾ റെഫറൻസിനായിട്ട് യൂസ് ചെയ്യേണ്ട പുസ്തകങ്ങൾ. ഇനി നമുക്ക് റെഫറൻസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, നമ്മൾ പുസ്തകങ്ങൾ റെഫർ ചെയ്താൽ മാത്രം പോരാ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടെ റെഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന റിലയബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുന്നുണ്ടെങ്കിൽ, 1 കേരള PSCയുടെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 2 നിമി അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഫോർ സെലക്ടീവ് ടോപ്പിക്സ്, 3 RRB ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ ബൈ എഡ്യൂഗൊറില്ല പബ്ലിക്കേഷൻ. അടുത്തത് അസിസ്റ്റന്റ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഓർ അസിസ്റ്റന്റ് മലേറിയ ഇൻസ്പെക്ടർ ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെക്ഷൻ ബോർഡ്. ആ
ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ JKSSB JHI പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, വിളിപ്പുറം DHS ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2, അതുപോലെ തിരുവള്ളൂർ DHS ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 തുടങ്ങിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന്റെ പ്രിപ്പറേഷനിൽ വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടെ റെഫർ ചെയ്യാനായിട്ട് മറക്കണ്ട. അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 ഡിപ്പാർട്ട്മെന്റ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഈ ഒരു എക്സാമിലേക്ക് ആദ്യ റാങ്കിൽ എത്തുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഈ ലക്ഷ്യത്തിന് കൂടുതൽ കരുത്തേകാനായിട്ട് ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ ക്ലാസ്സുകൾക്ക് ധാരാളം പ്രത്യേകതയുണ്ട്. അത് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും മികച്ച അധ്യാപകരാണ് ഈ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. സെഷൻസ് നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ആയിട്ടും റെക്കോർഡഡ് സെഷൻസ് ആയിട്ടും ലഭിക്കും. ഒരു പക്ഷേ നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ഒരു ദിവസം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, പേഴ്സണൽ കാര്യങ്ങളാണോ മറ്റോ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേ ക്ലാസ്സിന്റെ റെക്കോർഡഡ് സെഷൻസ് പിറ്റേ ദിവസം തന്നെ ടെക് PSC ഒഫീഷ്യൽ ആപ്പ് വഴി നിങ്ങളുടെ പ്രൊഫൈലിൽ അത് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കും. ക്യാപ്സ്യൂൾ നോട്ട്സും ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും അതോടൊപ്പം സ്റ്റഡി മെറ്റീരിയൽസും PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനും ഉള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ടോപ്പിക് വൈസ് എക്സാം, ഫീഡ്ബാക്കോട് കൂടിയ ടോപ്പിക് വൈസ് എക്സാമുകൾ, അതുപോലെ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോഡൽ എക്സാമുകൾ വിത്ത് ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ലഭിക്കുന്നു. ഇന്റർവ്യൂ ഗൈഡൻസിനുള്ള അവസരങ്ങളും ഈ ഒരു കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഇത്രയും സവിശേഷതകളോട് കൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ടെക് PSCയുടെ ഓഫർ പ്രൈസ് ആയ വെറും 3000 എന്ന നിസ്സാരമായ പ്രൈസിൽ സ്വന്തമാക്കാൻ സാധിക്കുമെന്നുള്ളതും ഈ ഒരു കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനുമായിട്ട് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ടെക് PSCയുടെ വിജയാശംസകൾ. താങ്ക് യു.